ആ ദിവസമൊന്ന് അവധിയെടുക്കാൻ സാധിച്ചെങ്കിലെന്ന് ഒരിക്കലെങ്കിലും ചിന്തിക്കാത്ത സ്ത്രീകൾ ഉണ്ടാകില്ല. സ്കൂൾ വിദ്യാർത്ഥിനികൾ മുതൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ വരെ ഒരുമിച്ചിരിക്കുമ്പോൾ ആർത്തവ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആർത്തവാവധിയെക്കുറിച്ച് ഒരിക്കലെങ്കിലും ചർച്ച ചെയ്യാതിരുന്നിട്ടുണ്ടാകില്ല. ആർത്തവ ദിവസങ്ങളിൽ വയറുവേദനയിൽ തുടങ്ങി മൂഡ് സ്വിങ്സ് വരെ അനുഭവിക്കുന്ന സമയത്തും ഓഫീസുകളിൽ എത്തുകയും കഠിനമായി ജോലി ചെയ്യേണ്ടി വരികയും ചെയ്യുന്നവരാണ് സ്ത്രീകൾ. സ്ത്രീകളുടെ ജൈവികപരമായ പ്രത്യേകതയാണ് ആർത്തവം. പക്ഷേ മനുഷ്യരാശിയുടെ നിലനിൽപ്പ് പോലും ആർത്തവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആർത്തവത്തിന്റെ ആദ്യ ദിവസം സ്ത്രീകൾക്ക് അവധി നൽകുന്നത് സ്വാഭാവികമായും നയരൂപീകരണം നടത്തേണ്ടതല്ലേ? സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളും സമൂഹത്തിന്റെ മുഖ്യധാരയിലെത്തിയാലും പരിഹരിക്കപ്പെടാതെ പാഴ്ക്കിനാവായി അവശേഷിക്കുകയാണ് പതിവ്. അത്തരമൊരു വിഷയമാണ് ആർത്തവ അവധി. കേരളത്തിൽ സർവകലാശാലകളിൽ ഇത് യാഥാർത്ഥ്യമായിട്ടും സർക്കാർ സ്വകാര്യ മേഖലകളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് ഇതിപ്പോഴും കിട്ടാക്കനിയാണ്. ആർത്തവാവധി സംബന്ധിച്ചു വന്ന ഹർജിയിലും ഇടപെടാൻ ഇത്തവണയും സുപ്രീം കോടതി തയ്യാറായില്ല. സ്ത്രീകൾക്ക് ആർത്തവ അവധി അനുവദിക്കുന്നത് ജോലിയിൽ നിന്ന് സ്ത്രീകളെ അകറ്റി നിർത്തുന്നതിന് കാരണമാകുമെന്നായിരുന്നു സുപ്രീം കോടതിയുടെ നിരീക്ഷണം. തൊഴിലുടമകളിൽ സ്ത്രീകൾക്ക് ജോലി നൽകാനുള്ള താൽപ്പര്യം ഇല്ലാതാക്കും. ഈ വിഷയം കോടതി തീരുമാനിക്കേണ്ട വിഷയമല്ലെന്നും നയപരമായ വിഷയമാണെന്നും കോടതി വ്യക്തമാക്കി. പൊതുതാൽപര്യ ഹർജിയിലാണ് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ നിരീക്ഷണം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ആർത്തവ അവധി നൽകുന്നത് സംബന്ധിച്ച നയം രൂപീകരിക്കാൻ നിർദ്ദേശം നൽകണമെന്നായിരുന്നു ഹർജിയിലെ മറ്റൊരാവശ്യം. സ്ത്രീകളുടെ സുരക്ഷയ്ക്കായി ചെയ്യുന്നത് സ്ത്രീകൾക്ക് ദോഷകരമാകരുതെന്നും വിശദമാക്കി കോടതി ഇടപെടാൻ വിസമ്മതിച്ചു. സർക്കാരാണ് ഇതിൽ നയപരമായി തീരുമാനമെടുക്കേണ്ടതെന്നും കോടതി വ്യക്തമാക്കുന്നു. വനിതാ ശിശുക്ഷേമ മന്ത്രാലയ സെക്രട്ടറിയെയും അഡീഷണൽ സോളിസിറ്റർ ജനറലിനെയും പരാതിക്കാർക്ക് ഈ ആവശ്യത്തിനായി സമീപിക്കാം. എല്ലാവരോടും ചർച്ച നടത്തി ഇക്കാര്യത്തിൽ മാതൃകാപരമായ തീരുമാനം സെക്രട്ടറി എടുക്കണമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ വർഷം ഫെബ്രുവരിയിലും സമാനമായ നിലപാട് സുപ്രീം കോടതി സ്വീകരിച്ചിരുന്നു. വിദ്യാർത്ഥികൾക്കും ജീവനക്കാർക്കും ആർത്തവ വേദന അവധിക്ക് ചട്ടങ്ങൾ രൂപീകരിക്കാൻ എല്ലാ സംസ്ഥാനങ്ങൾക്കും നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിലാണ് സുപ്രീം കോടതി സമാനമായ നിലപാട് സ്വീകരിച്ചത്. നിലവിൽ കേരളവും ബീഹാറും മാത്രമാണ് രാജ്യത്ത് ആർത്തവ അവധി വ്യവസ്ഥയുള്ള 2 സംസ്ഥാനങ്ങൾ. ബീഹാറിൽ വനിതാ ജീവനക്കാർക്ക് 2 ദിവസത്തെ അവധിക്കാണ് വ്യവസ്ഥയെങ്കിൽ കേരളത്തിൽ സർവകലാശാലയിലെ വിദ്യാർത്ഥിനികൾക്ക് 3 ദിവസത്തെ അവധിയാണ് നൽകുന്നത്.